അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 9 പേരാണ്. പൂവാർ സ്വദേശിയായ +2 വിദ്യാർത്ഥിക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇയാൾക്കൊപ്പം സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച മറ്റു 3 പേർക്ക് രോഗലക്ഷണങ്ങളില്ല. മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ ഇക്കാര്യത്തിൽ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതാണോ ഇത്തരത്തിൽ രോഗബാധ ഉണ്ടാകാൻ കാരണം എന്നൊരു സംശയമുണ്ടല്ലോ. പൂൾ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ രോഗബാധിതനായ വ്യക്തിയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ സ്ഥിരീകരണങ്ങൾ എപ്പോഴാണ് വരുന്നത്? ക്രിസ്റ്റീന, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 16-ാം തീയതിയാണ് പൂവാർ സ്വദേശിയായ +2 വിദ്യാർത്ഥി മറ്റ് 3 പേർക്കൊപ്പം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനെത്തിയത്. ഈ കുളിച്ച ശേഷം അടുത്ത ദിവസം മുതൽ കടുത്ത പനിയും ഒപ്പം തന്നെ തലവേദനയും ഉണ്ടായി. അങ്ങനെ തിരുവനന്തപുരം തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട 2 സ്വകാര്യ ആശുപത്രികളെത്തി. ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിലെത്തി, അവിടെ ചികിത്സ നടത്തിയിട്ടും തലവേദനയും പനിയും കുറയുന്നില്ല. രണ്ടാമത് ഒരു സ്വകാര്യ ആശുപത്രിയിലെത്തി. അങ്ങനെ ചില സംശയങ്ങളെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ആണ് കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥിക്ക് +2 വിദ്യാർത്ഥിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 3 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വിമ്മിംഗ് പൂളിലെ ജലം നിലവിൽ അതിൽ അമീബയുടെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ വെള്ളം പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമേ ഈ ആക്കുളത്തെ സ്വിമ്മിംഗ് പൂൾ തുറക്കുകയുള്ളൂ. അതുവരെ ഇന്നലെ ആണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തിയ സ്വിമ്മിംഗ് പൂൾ പൂട്ടിയത്. സംസ്ഥാനത്താകെ നിലവിൽ 66 പേർ ചികിത്സയിൽ ഉണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി ആരോഗ്യവകുപ്പ് അറിയിക്കുന്ന വിവരം. ഒപ്പം തന്നെ 17 പേർ മരിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ മാസം ഇതുവരെ 17 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 7 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം 2 പേർ മരിച്ചു എന്ന കണക്കുകളായിരുന്നു പുറത്തുവിട്ടതെങ്കിൽ പിന്നീടാണ് ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ കണക്കുകളും സർക്കാർ പുറത്തുവിട്ടത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക പലയിടത്തും ഉണ്ട്. കാരണം ഇത്തരത്തിൽ കുളത്തിൽ കുളിക്കുമ്പോഴും ഒപ്പം തന്നെ പൈപ്പ് വെള്ളത്തിലൊക്കെ അടക്കം കുളിക്കുമ്പോഴും അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ആശങ്ക ജനങ്ങൾക്കിടയിലുള്ളത്. ക്രിസ്റ്റീന, മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.